എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗിവവേയുടെ 7ാമത്തെ വിന്നറെ കണ്ടുപിടിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഹെയർ ബാൻഡ് ഇതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലുക്കുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. അത് 6mm ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഈ ഒരു ടൈപ്പ് ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഷൈനിങ് ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായി എടുത്തിരിക്കുന്നത് സ്റ്റോൺ ബീഡ്സ് ആണ് കേട്ടോ. സിൽവർ കളറിലുള്ള സ്റ്റോൺ ബീഡ്സ് ആണ്. എനിക്ക് തോന്നി രണ്ട് കളറും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല മാച്ചിങ് ആണ് ഈ ഒരു കളറ്. നമുക്ക് ചെയ്ത് വരുമ്പോൾ അറിയാം. നിങ്ങൾക്കതിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഗിയർ വയർ ആണ് കേട്ടോ. നമ്മുടെ കോപ്പർ വയർ. ഞാനിത് 4mmൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് കോർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത്. നമ്മൾ കോർത്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യം 4 ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ നമ്മളൊരു സ്റ്റോൺ ബീഡ്സ് എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് ഇത് കോർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ കോർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ മാല പോലെ കോർത്തെടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം. നമ്മൾ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് കാരണം ഇടയിൽ ഏതെങ്കിലും ഒരു ബീഡ്സ് മാറിപ്പോവുക കുറയുകയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേണിൽ തന്നെ ഒത്തിരി വ്യത്യാസം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ബീഡ്സ് കോർക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും വലിയൊരു മാല പോലെയൊക്കെ കോർത്തിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എന്താ പറയുക, ഇടയിലൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് മുഴുവൻ പിന്നെയും അഴിച്ചഴിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രിസ്റ്റൽ ബീഡ്സ് ഇതേപോലെ തന്നെ 4 ഇട്ട് കൊടുക്കുക കേട്ടോ. 4 ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റോൺ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ലെങ്ത്തുള്ളൊരു മാല പോലെ കോർത്തെടുക്കാം. നമുക്ക് ഈ ഒരു ബീഡ്സ് ചെയ്യുമ്പോഴൊന്നും കാര്യമായ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ വലിയ ബീഡ്സാണ്. ഇതിലും ചെറിയ ബീഡ്സ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇടയ്ക്ക് വെച്ച് അഴിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു മാല പോലെ ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗിവ് അവേയിൽ എല്ലാവരും നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. പിന്നെ മാത്രമല്ല നമ്മുടെ എന്താ പറയുക, ഗിവ് അവേ ശരിക്കും ഒരുപാട് സക്സസ്ഫുൾ ആവുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്രയും പേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസും അല്ലെങ്കിൽ പുതിയ ഇതുപോലെയുള്ള ഹെയർ ബാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടി വരുന്നത് നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ട് കാരണമാണ് കേട്ടോ. അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ വേണം. പിന്നെ മാത്രമല്ല നമ്മുടെ ചാനലിൽ വരുന്ന ദിവസങ്ങളിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉള്ള കുറേ ആക്സസറീസിൻ്റെ കൂടുതൽ ഐറ്റംസ് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി ഇതുപോലൊരു സിൽവർ കളർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ അറ്റത്ത് ഒന്ന് കെട്ടിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 ബീഡ്സ് ചരിച്ചിട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ 2 ബീഡ്സ് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു തവണ ചുറ്റി എടുത്തിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം കൂടിയിട്ടൊന്ന് ആ ഒരു ഹെയർ ബാൻഡിലേക്ക് നമ്മുടെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ അതൊന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാറ്റേൺ അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അടുത്തത് എന്താ ചെയ്യുന്നത്, ഇതേപോലെ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കും, നമ്മുടെ സ്റ്റോൺ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. സ്റ്റോൺ ബീഡ്സ് ഇട്ടിട്ട് അതും ഒരു ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളിനി ഓരോ പ്രാവശ്യവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കുഞ്ഞു മക്കൾ ഒരുപാട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. മെസ്സേജ് അയച്ച് ഇങ്ങനെ പറയാറുണ്ട്, ആൻറ്റി അത് ചെയ്ത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പുതിയ മോഡൽസ് ഞങ്ങൾക്ക് എളുപ്പമുള്ള മോഡൽസ് കാണിച്ചു തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറയണോട്ടെ, നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും എന്താ പറയുക, ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ എല്ലാം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു തരത്തിലൊക്കെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ കുഞ്ഞു മക്കൾക്കും കൂടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആവാറായി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ അറ്റം വരെ ചെയ്യുന്നത്. കണ്ടില്ലേ, അടിപൊളി ലുക്കാണ് കേട്ടോ. കാണുമ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സും ഈ ഒരു ബീഡ്സും മാത്രം വെച്ച് ചെയ്താണെന്ന് തോന്നുന്നില്ല. വേറെ എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ കൊണ്ട് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി ലുക്കിലുള്ളൊരു ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
അതുവരെ എല്ലാവർക്കും ബൈ ബൈ. മാത്രമല്ല നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ വിന്നേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. ബൈ ബൈ.